നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് കറണ്ട് അഫയേഴ്സ് പാർട്ട് 4. ആദിവാസി നേതാവ് CK ജാനു പ്രധാന റോളിലെത്തുന്ന സിനിമ പസീന. ബാലസാഹിത്യത്തിനുള്ള 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് രഘുനാഥ് പലേരി. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ജോർജ് ഓണക്കൂർ. പുരസ്കാരം നേടിക്കൊടുത്ത കൃതി ഹൃദയരാഗങ്ങൾ ആത്മകഥ. നാഗാലാൻഡിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആപ്സ് നിയമം പിൻവലിക്കാനുള്ള സാധ്യത പരിശോധിക്കാൻ ആഭ്യന്തര മന്ത്രാലയം നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ വിവേക് ജോഷി. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സമുദ്രയാൻ ദൗത്യത്തിന് പേടകം നിർമ്മിക്കുന്ന സംസ്ഥാനം കേരളം. 24ാമത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറൽ VS പഥാനിയ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലെ നിസ്വാർത്ഥമായ സേവനത്തിന് നൽകുന്ന പുരസ്കാരം തത്രക്ഷ മെഡൽ നൽകുന്നത് രാഷ്ട്രപതി. 2021 അടൽ റാങ്കിംഗ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺ ഇന്നോവേഷൻ അച്ചീവ്മെൻറ്റ്സിൽ രാജ്യത്തെ ഏറ്റവും മികച്ച NIT ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് NIT കോഴിക്കോട്. കോവിഡിനെതിരെ അടിയന്തര ഉപയോഗത്തിന് ഡ്രഗ്സ് കൺട്രോൾ ഓഫ് ഇന്ത്യ അനുമതി നൽകിയ ആദ്യ ഗുളിക മോൾനുപിറവിൻ. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് COVID-19 വാക്സിനുകൾ നൽകാൻ ഇന്ത്യൻ സർക്കാർ ഏറ്റെടുത്ത സംരംഭം വാക്സിൻ മൈത്രി പദ്ധതി. ഇന്ത്യയിൽ നിന്ന് ഗ്രാൻഡായി ആദ്യമായി കോവിഡ് വാക്സിനുകൾ സ്വീകരിച്ച രാജ്യങ്ങൾ ഭൂട്ടാൻ, മാലിദ്വീപ്. വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന പൊതുവിഭാഗത്തിന് ലഭിക്കുന്ന അരി 10 കിലോ. 2021 കലൈഞ്ജർ പൊർക്കിഴി സാഹിത്യ പുരസ്കാരം ലഭിച്ച എഴുത്തുകാരൻ സക്കറിയ. ഇരുചക്ര വാഹന ഉടമകളായ റേഷൻ കാർഡുള്ള കുടുംബങ്ങൾക്ക് പെട്രോൾ വിലയിൽ ലിറ്ററിന് 25 രൂപ സബ്സിഡി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ജാർഖണ്ഡ്. മാധ്യമരംഗത്തെ മികവിനുള്ള രാംനാഥ് കോയിങ്ക പുരസ്കാരം നേടിയത് മഹേഷ് കുമാർ. ഓപ്പറേഷൻ നേപ്പാൾ ഗോൾഡ് എന്ന പരമ്പരയ്ക്കാണ് അന്വേഷണാത്മക റിപ്പോർട്ടിങ്ങിനുള്ള പുരസ്കാരം. 2021 ലോക റാപ്പിഡ് ചെസ് ടൂർണമെന്റ് പുരുഷ വിഭാഗത്തിൽ ജേതാവായത് നോദിർബെഗ് അബ്ദുസത്താറോവ്. വനിതാ വിഭാഗത്തിൽ ജേതാവായത് അലക്സാൻഡ്ര കോസ്റ്റിന്യൂക്ക്. 2021 സ്ക്വാഡിഷ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ലഭിച്ച ജില്ല തിരുവനന്തപുരം. നീതിയുടെ വിളക്കുമരം എന്ന പുസ്തകം രചിച്ചത് സുനിൽ P. ഇളയിടം. ശബ്ദമില്ലാത്ത കാലത്തെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ദ ഡേ ഐ ഓൾമോസ്റ്റ് ലോസ് മൈ വോയിസ് എന്ന പുസ്തകം രചിച്ചത് നവ്യ ഭാസ്കർ. പുസ്തകം പ്രകാശനം ചെയ്തത് ആരിഫ് മുഹമ്മദ് ഖാൻ, കേരള ഗവർണർ. മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്നത് മീററ്റ്, ഉത്തർപ്രദേശ്. തറക്കല്ലിടുന്നത് നരേന്ദ്രമോദി, പ്രധാനമന്ത്രി. മുഖ്യമന്ത്രിയുടെ പൊതുജന പരാതി പരിഹാര ടോൾ ഫ്രീ നമ്പർ 1076. സർ പദവി ലഭിച്ച ബ്രിട്ടന്റെ മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ. ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും അധികം ട്രോഫികൾ നേടിയ താരം ഡാനി ആൽവസ്. കുടുംബ തർക്കം പരിഹരിക്കാൻ ജില്ലാ അടിസ്ഥാനത്തിലുള്ള പുതിയ സർക്കാർ സംരംഭം സ്വസ്ഥം. സമ്പൂർണ്ണ ഫോൺ നിരോധനം നടപ്പാക്കുന്നതിൻ്റെ ആദ്യഘട്ടം പൂർത്തിയാക്കിയ ജില്ല കണ്ണൂർ. ഇന്ത്യയിൽ കണ്ടെത്തിയ പുതിയ ഇനം സിർഫിഡ് ഈച്ചകൾ ഫ്ലാവോസ് ക്യൂട്ടേറ്റ നൈഗ്ര. അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിൽ മോചിതനായ ദക്ഷിണ കൊറിയൻ മുൻ പ്രസിഡന്റ് പാർക്ക് ഗുൻ-ഹെ. പോക്കുവെയിലിലെ കുതിരകൾ എന്ന പുസ്തകം രചിച്ചത് സത്യൻ അന്തിക്കാട്. ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ന്യൂട്രൽ അഗ്രികൾച്ചർ പദ്ധതി ആരംഭിക്കുന്നത് കേരളം. ആദ്യമായി ഫ്ലോറോണ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇസ്രായേൽ. കൂനൂർ ഹെലികോപ്റ്റർ ദുരന്തം അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകിയ എയർ മാർഷൽ മാനവേന്ദ്ര സിംഗ്. 2022 ജനുവരി 2 ഉണ്ടായ ഒരു വലിയ തീപിടുത്തത്തിൽ ഏത് രാജ്യത്തിൻ്റെ പാർലമെൻറ്റാണ് നശിപ്പിക്കപ്പെട്ടത്? സൗത്ത് ആഫ്രിക്ക. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർമാൻ KC റോസിക്കുട്ടി. ഫ്ലോറോണ ആദ്യം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഇസ്രായേൽ. കൊറോണയും ഇൻഫ്ലുവൻസയും ഒന്നിച്ചു വരുന്ന രോഗാവസ്ഥ. വനിതകളുടെ വിവാഹപ്രായം 21 ഉയർത്തുന്നത് പഠിക്കുന്നതിനായി ഉള്ള പാർലമെന്ററി കാര്യസമിതിയുടെ അധ്യക്ഷൻ വിനയ് സഹസ്രബുദ്ധ.
ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത്. സിക്കിമിലെ ഗാംഗ്ടോക്കിലെ നാഥുല അതിർത്തിയെയും സോങ്കോ തടാകത്തെയും ബന്ധിപ്പിക്കുന്ന റോഡിന് നൽകിയ പേര് നരേന്ദ്രമോദി മാർഗ്. ഭ്രൂണത്തിന് തകരാറുള്ള സാഹചര്യത്തിൽ ഗർഭഛിദ്രം അനുവദിക്കാമെന്ന് വിധി പ്രഖ്യാപിച്ച കോടതി ഡൽഹി ഹൈക്കോടതി. 60 വർഷത്തിനിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച വർഷം 2021. സംസ്ഥാന കേരളോത്സവത്തിൽ മികച്ച നടൻ നന്ദഗോപാൽ. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ലാപ്ടോപ്പ് നൽകുന്നതിനായുള്ള പദ്ധതി ജ്യോതിർഗമയ. ലോകത്ത് ഏറ്റവും അധികം രാജ്യാന്തര യാത്രക്കാർ കടന്നു പോകുന്ന വിമാനത്താവളം എന്ന ബഹുമതി 2021 നേടിയത് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. വാഹന വിൽപ്പനയിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തെത്തിയ കമ്പനി മാരുതി. ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നും പുനരുപയോഗിക്കാവുന്ന ഇന്ധനത്തിലേക്ക് മാറുക എന്ന ലക്ഷ്യത്തോടെ രാജ്യത്തെ പകുതി ആണവ നിലയങ്ങളും അടച്ച രാജ്യം ജർമ്മനി. അത്യാധുനിക ഹൈപ്പർസോണിക് ക്രൂസ് മിസൈൽ ആയ സെർക്കോണി വിജയകരമായി പരീക്ഷിച്ച രാജ്യം റഷ്യ. 2021 51ാമത് ഓടക്കുഴൽ അവാർഡ് നേടിയത് സാറ ജോസഫ്. അവാർഡ് നേടിയ നോവൽ ബുദ്ധിനി. പുരസ്കാരത്തുക 30,000 രൂപ. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ് എന്നിവ ലഭിച്ച നോവൽ ബുദ്ധിനി. 2021 G. ശങ്കരക്കുറുപ്പിൻ്റെ ഓർമ്മയ്ക്ക് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകിയ അവാർഡ് ലഭിച്ച കൃതി അലാഹിയുടെ പെൺമക്കൾ. ഏത് സംസ്ഥാനമാണ് മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും സ്പോർട്സ് കൗൺസിലുകൾ സ്ഥാപിക്കുവാൻ വേണ്ടി തീരുമാനിച്ചത്? കേരളം. ഫിഫയുടെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ടൂർണമെൻറ്റ് 2022 ഖത്തർ ലോകകപ്പ്. 2022 പ്രവർത്തനം ആരംഭിച്ച കേരള പേപ്പർ പ്രോഡക്റ്റ് ലിമിറ്റഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വെള്ളൂർ. 2026 100 ദശലക്ഷം ഡിഗ്രി 300 സെക്കൻഡ് നേരം നിലനിർത്താൻ കഴിയുന്ന കൃത്രിമ സൂര്യനെ നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ദക്ഷിണ കൊറിയ. 2021 PT ഭാസ്കര പണിക്കർ പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ VK ദാമോദരൻ. 2022 ജനുവരിയിൽ പശ്ചിമഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട 2 പുതിയ സസ്യ ഇനങ്ങൾ ഫിംബ്രിസൈലിസ് സുനിലി, നിയോട്ടിസ് പ്രഭൂയി. തിരുവനന്തപുരത്തെ പൊന്മുടിയിൽ നിന്നും ഫിംബ്രിസൈലിസ് സുനിലി, വയനാട്ടിലെ ചെമ്പ് കൊടുമുടിയിൽ നിന്നും നിയോട്ടിസ് പ്രഭൂയി. തീരസംരക്ഷണ സേനയുടെ ഡയറക്ടർ ജനറൽ ആയി ചുമതലയേറ്റത് BS പത്താനിയ. end-to-end കമ്മ്യൂട്ടേഷൻ നടപ്പിലാക്കിയ സംസ്ഥാനത്തെ ആദ്യ വകുപ്പ് പൊതുവിതരണ വകുപ്പ്. കേന്ദ്ര പൊതുവിദ്യാഭ്യാസ വകുപ്പ് ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന കലാ ഉത്സവ് 2022 വേദി കോഴിക്കോട്. മത്സരങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ലൈവായി സംഘടിപ്പിച്ചിരിക്കുന്നത് സമഗ്ര ശിക്ഷ കേരളയുടെ കീഴിൽ. ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ പുതുതായി അംഗമായ 4ാമത്തെ രാജ്യം ഈജിപ്റ്റ്. 2022 ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മോട്ടോറബിൾ റോഡ് നിലവിൽ വന്നത് സൗത്ത് ലഡാക്ക്. ചിസുമിലി, ഉംലിംഗ് ലാ പാസ് എന്നിവയിലൂടെ കടന്നു പോകുന്നു. പ്രോജക്റ്റ് ഹിമാക് എന്ന ലഡാക്ക് സിയാച്ചിൻ മേഖലയിലെ ആശയവിനിമയം ലക്ഷ്യം വച്ചുള്ള പ്രോജക്റ്റിൻ്റെ കീഴിൽ വരുന്നു. ചൈനയിൽ നിന്നും 25 വിവിധോദ്ദേശ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്ന രാജ്യം പാകിസ്ഥാൻ. 2022 ജനുവരിയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ കീഴിൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി ആരംഭിച്ച 100 ദിവസത്തെ വായനാ ക്യാമ്പയിൻ പ്രദീപ് ഭാരത്. മാതൃഭാഷയ്ക്കും പ്രാദേശിക ഭാഷയ്ക്കും കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ക്യാമ്പയിൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈയിടെ 17,500 കോടി രൂപയുടെ പദ്ധതികൾക്ക് തറക്കല്ലിട്ട സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഇന്ത്യ റഷ്യ സംയുക്തമായി നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈൽ ആദ്യമായി കയറ്റുമതി ചെയ്യുന്നത് ഏത് രാജ്യത്തേക്ക്? ഫിലിപ്പൈൻസ്. 2022 ജനുവരിയിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടി പൂനെ ഇൻ്ററാക്റ്റീവ് റിസർച്ച് സ്കൂൾ ഫോർ ഹെൽത്ത് അഫയേഴ്സ് വികസിപ്പിച്ചെടുത്ത കോവിഡ് പ്രതിരോധ മിഠായി കൊറോണ ഗാർഡ്. 2022 ജനുവരിയിൽ കോവിഡാനന്തര കേരളത്തിൻ്റെ വ്യവസായ വളർച്ചയ്ക്ക് ഊന്നൽ നൽകുന്നതിനും കോവിഡ് മഹാമാരിക്കാലത്ത് തൊഴിൽ നഷ്ടപ്പെട്ട അഭ്യസ്ത വിദ്യരായ തൊഴിൽ രഹിതർക്ക് തൊഴിൽ നൽകുന്നതിനും വേണ്ടി സംസ്ഥാന വ്യവസായ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഒരു വില്ലേജിൽ ഒരു വ്യവസായ സംരംഭം. ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എക്സ്പെരിമെൻറ്റ്സ് ഓഫ് എ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന പുസ്തകം പുറത്തിറക്കിയത് M. വെങ്കിട്ട നായിഡു. ദക്ഷിണ ധ്രുവത്തിലേക്ക് ഒറ്റയ്ക്ക് സഞ്ചരിച്ചെത്തുന്ന ആദ്യത്തെ വെള്ളക്കാരിയല്ലാത്ത വനിത എന്ന ബഹുമതി സ്വന്തമാക്കിയത്
ഹർപ്രീത് ചണ്ഡി, സിഖുകാരിയായ ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥ. ആഭ്യന്തരമായി വികസിപ്പിച്ച ആദ്യത്തെ ദക്ഷിണ കൊറിയൻ പരിക്രമണ വിക്ഷേപണ വാഹനം നൂറി KSLV സെക്കൻഡ്. സാമൂഹ്യ നീതിക്കുള്ള മദർ തെരേസ മെമ്മോറിയൽ അവാർഡ് 2021 നേടിയത് മെറ്റെ ഫെഡറിക്സൺ, ഡെൻമാർക്ക് പ്രധാനമന്ത്രി. പുരസ്കാരം നൽകുന്നത് ഇന്ത്യാസ് ഹാർമണി ഫൗണ്ടേഷൻ. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്ത കൽപ്പന ചൗള സെന്റർ ഫോർ റിസർച്ച് ആൻഡ് സ്പേസ് സയൻസ് ഏത് സർവകലാശാലയുടെ കീഴിലാണ്? ഛത്തീസ്ഗഡ് യൂണിവേഴ്സിറ്റി. ഫ്രാൻസിൽ കണ്ടെത്തിയ ഒമിക്രോണിനേക്കാൾ വ്യാപനശേഷി കൂടിയതും വാക്സിനുകളെ പ്രതിരോധിക്കുന്നതുമായ കൊറോണ വൈറസ് വകഭേദം B1640.2 ഇഹു എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഈയിടെ തീപിടുത്തത്തിൽ കത്തിനശിച്ചത് ഏത് രാജ്യത്തിൻ്റെ പാർലമെൻറ്റാണ്? സൗത്ത് കൊറിയ. 4/1/2022. 2022 ജനുവരി മാസം ICMR അനുമതി ലഭിച്ച തദ്ദേശീയമായി നിർമ്മിച്ച ഒമിക്രോൺ വകഭേദം കണ്ടെത്താൻ കഴിയുന്ന ടെസ്റ്റിംഗ് കിറ്റ് ഒമിഷുവർ. വീടുകൾ സബ്സിഡിയോടെ ഗ്രിഡ് ബന്ധിത സൗരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന അനേർട്ടിൻ്റെ പദ്ധതി സൗര തേജസ്. ഉത്തരവാദിത്ത രക്ഷാകർതൃത്വം സംബന്ധിച്ച് മാതാപിതാക്കൾ അവബോധം സൃഷ്ടിക്കാനും ശാസ്ത്രീയ മാർഗനിർദ്ദേശങ്ങൾ നൽകാനും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി പാരന്റിംഗ് ഔട്ട്റീച്ച് ക്യാമ്പ്. രാജ്യത്തെ ഏറ്റവും വലിയ എണ്ണ പ്രകൃതിവാതക ഉൽപ്പാദകരായ ONGCയുടെ ഇടക്കാല മേധാവിയായി ചുമതലയേറ്റ വ്യക്തി അൽക്ക മിത്തൽ. 2022 ജനുവരി മാസം രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച മുഹമ്മദ് ഹസീസ് ഏത് രാജ്യത്തെ ക്രിക്കറ്റ് താരമാണ്? പാകിസ്ഥാൻ. ഡിജിറ്റലൈസ്ഡ് സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷ. സയൻസിൻ്റെ വിസ്മയങ്ങളിലേക്ക് യുവജനങ്ങളെ ആകർഷിക്കുന്നതിനായി കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഇൻസ്പയർ. ലോക ജനസംഖ്യ 780 കോടി. US സെൻസസ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഇത് എന്നത്തെ കണക്കാണ്? 1/1/2022. ലോകത്തെ ഏറ്റവും വലിയ മെട്രോ ശൃംഖലയുള്ള നഗരം ഷാങ്ഹായ്, ചൈന. കാർഷിക ജൈവ വൈവിധ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് ജൈവ വൈവിധ്യ ബോർഡ് ആരംഭിച്ചത് ഫാം സ്കൂൾ. ഈയടുത്ത് ജനകീയ പ്രക്ഷോഭം ശക്തമായതോടെ രാജിവെച്ച അബ്ദുള്ള ഹംദോക്ക് ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്? സുഡാൻ. വിദ്യാർത്ഥികൾ പത്രപുസ്തക വായനാശീലം വളർത്താൻ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ ദിവസവും വായനയ്ക്കായി പീരീഡ് ആരംഭിക്കുന്ന സംസ്ഥാനം തമിഴ്നാട്. വാക്സിൻ മൈത്രി പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യ ഏത് രാജ്യത്തിനാണ് 10 ലക്ഷം ഡോസ് വാക്സിൻ നൽകുന്നത്? അഫ്ഗാനിസ്ഥാൻ. 2022 പ്രേം നസീർ സാംസ്കാരിക സമിതി പുരസ്കാര ജേതാവ് രവി മേനോൻ. ലോകത്തിൽ വിമാനവാഹിനി കപ്പലിൻ്റെ ക്യാപ്റ്റനാകുന്ന ആദ്യ വനിത ക്യാപ്റ്റൻ ഏമി ബാവൺ സ്മിഷറ്റ്, അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ ക്യാപ്റ്റൻ. 2022 ജനുവരിയിൽ സേവനം അവസാനിപ്പിച്ച മൊബൈൽ നിർമ്മാതാക്കൾ ബ്ലാക്ക്ബെറി. സർവശിക്ഷ കേരളയുടെ സ്റ്റേറ്റ് പ്രോജക്ട് ഡയറക്ടർ ഡോക്ടർ സുപ്രിയ. 2022 ജനുവരി മാസം ഏത് രാജ്യത്താണ് രൂക്ഷമായ ഇന്ധനവില വർധനയെ തുടർന്ന് ജനകീയ പ്രക്ഷോഭം നടക്കുകയും സർക്കാർ രാജിവെക്കുകയും ചെയ്തത്? കസാക്കിസ്ഥാൻ. പ്രധാനമന്ത്രി അസ്കർ മാമിൻ. 2022 ജനുവരിയിൽ പ്രാബല്യത്തിൽ വരുന്ന കേരളത്തിലെ ആദ്യ ബയോ സ്ട്രീറ്റ് തൃപ്പൂണിത്തറ. ഇതിലൂടെ വീടുകളിൽ നിന്നും ബയോ മെഡിക്കൽ മാലിന്യങ്ങളായ സിറിഞ്ച്, ഡയപ്പർ, സാനിറ്ററി നാപ്കിൻസ് എന്നിവ ശേഖരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നു. 2022 ജനുവരി മാസം ചൈനയെ ലക്ഷ്യം വെച്ച് ഏത് രാജ്യങ്ങൾ തമ്മിലാണ് പുതിയ പ്രതിരോധ ഉടമ്പടി ഒപ്പുവയ്ക്കാൻ പോകുന്നത്? ഓസ്ട്രേലിയ, ജപ്പാൻ. റോട്ടർഡാം ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം സല്യൂട്ട്. ഗ്രീൻ മാറ്റ് എൻട്രി. സിൽവർ ലൈൻ പദ്ധതി സംബന്ധിച്ചുള്ള ആശങ്കകൾ അകറ്റുന്നതിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രചാരണ പരിപാടി ജനസമക്ഷം സിൽവർ ലൈൻ. 2022 ജനുവരിയിൽ കൊമേഴ്സ് മിനിസ്ട്രിയുടെ കീഴിൽ ആരംഭിക്കുന്ന ക്യാമ്പയിൻ ബ്രാൻഡിംഗ് ഇന്ത്യ ക്യാമ്പയിൻ. ഇന്ത്യ കയറ്റി അയക്കുന്ന സാധന സേവനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതി. ലോക ഗെയിംസ് അത്ലറ്റിക്സ് ഓഫ് ദ ഇയർ പുരസ്കാരത്തിനുള്ള പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ ഹോക്കി താരം PR ശ്രീജേഷ്. 14ാമത് പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് 2022 ഏപ്രിൽ 1 മുതൽ. 2022 ജനുവരി മുതൽ സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ 7 മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന പ്രതിരോധ പരിശീലനം സധൈര്യം.
2022 ജനുവരിയിൽ ഇന്ത്യയിൽ നിയമിച്ച UN കൺട്രി ടെററിസം കമ്മിറ്റി ചെയർമാൻ TS തിരുമൂർത്തി. ഏത് രാജ്യമാണ് 2022 ജനുവരി മാസം UN രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗമാകുന്ന ആദ്യ രാജ്യമായി മാറിയത്? അൽബേനിയ. രാജ്യത്ത് ആദ്യമായി വെള്ളി എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട് അവതരിപ്പിച്ച കമ്പനി ICICI പ്രൊഡ്യൂഷ്യൽ മ്യൂച്വൽ ഫണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഹെലി ഹബ് സ്ഥാപിക്കുന്നത് ഗുരുഗ്രാം. 2022 ജനുവരി മാസം പ്രധാനമന്ത്രി പുതിയ ഇൻ്റഗ്രേറ്റഡ് ടെർമിനൽ ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്ത മഹാരാജ ബീർ ബിക്രം എയർപോർട്ട് ഏത് സംസ്ഥാനത്ത്? ത്രിപുര. ബെറ്റർ ഇന്ത്യ തയ്യാറാക്കിയ എക്സലൻസ് ഇൻ പബ്ലിക് സർവീസ് പട്ടികയിൽ ഇടം പിടിച്ച മുൻ കോഴിക്കോട് കളക്ടർ S. സാംബശിവ റാവു. തെരുവിൽ കഴിയുന്നവരെ പുനരധിവസിപ്പിച്ച ഉദയം ഹോം പദ്ധതിയിലൂടെ അംഗീകാരം ലഭിച്ച ആരാണ് ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ ഗോൾ നേടിയത്? ഡേവിഡ് വില്യംസ്. കേരളത്തിലെ 6 നഗരങ്ങളെ സവിശേഷതകളുടെ പട്ടികയിൽ ബ്രാൻഡ് ചെയ്യാനുള്ള പദ്ധതി നടപ്പിലാക്കുന്നത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കില. യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റീസ് എന്ന ആശയത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കില പദ്ധതിയിൽ ഉൾപ്പെട്ട നഗരങ്ങളും സവിശേഷതകളും: തിരുവനന്തപുരം സമാധാന നഗരം, തൃശ്ശൂർ പഠന നഗരം, കൊല്ലം ജൈവ വൈവിധ്യ നഗരം, കോഴിക്കോട് സാഹിത്യ നഗരം, എറണാകുളം രൂപകൽപ്പനകളുടെ നഗരം, കണ്ണൂർ നാടൻ കലാകരകൗശല നഗരം. ഹൈക്കോടതി ഭാഷ ഇംഗ്ലീഷ് ആണ്. നിങ്ങൾ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാവൂ എന്ന് പരാമർശിച്ചത് ഏത് ഹൈക്കോടതി? ഗുജറാത്ത് ഹൈക്കോടതി. വനിതകളുടെ വിവാഹപ്രായം 21 ഉയർത്താനുള്ള ബില്ല് പഠിക്കാനുള്ള പാർലമെൻറ്റ് സമിതിയുടെ അധ്യക്ഷൻ വിനയ് സഹസ്രബുദ്ധ. ഇടമലക്കുടി ആദിവാസി മേഖലയിൽ കണ്ടെത്തിയ പുതിയ സസ്യത്തിന് നൽകിയ ശാസ്ത്രീയ നാമം ക്രിപ്റ്റോകാരിയ മുതുവാരിയാന. പഞ്ചാബിൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വീഴ്ച അന്വേഷിക്കുന്ന സമിതി തലവൻ സുധീർ കുമാർ സക്സേന. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെ അതിവിശിഷ്ട വ്യക്തികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പാലിച്ചിരിക്കേണ്ട ചട്ടങ്ങൾ വിവരിച്ചിരിക്കുന്ന പുസ്തകം ബ്ലൂ ബുക്ക്. പ്രേം നസീർ പുരസ്കാരം 2022 നേടിയത് രവി മേനോൻ. ഉപവാസ സാംസ്കാരിക വേദിയുടെ 16ാമത് മലയാറ്റൂർ അവാർഡ് നേടിയത് ഡോക്ടർ ജോർജ് ഓണക്കൂർ. 2022 ജനുവരിയിൽ രാജ്യത്ത് ഇൻ്റർനെറ്റ് ഇല്ലാതെ ചെറിയ തുകകൾ ഡിജിറ്റൽ ആയി കൈമാറുന്നതിന് മാർഗരേഖ പുറത്തിറക്കിയ ബാങ്ക് RBI. 2022 ജനുവരിയിൽ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാനായി നിയമിതനായത് UR പ്രദീപ്. ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കായി സംഘടിപ്പിക്കുന്ന പരിശീലന പരിപാടി ഹോം കെയർ. 2021 പീറ്റ പേഴ്സൺ ഓഫ് ദ ഇയർ അവാർഡ് നേടിയത് ആലിയ ഭട്ട്. ഹരിവരാസന പുരസ്കാരം 2022 നേടിയത് ആലപ്പി രംഗനാഥ്. പ്രഥമ ഹരിവരാസനം പുരസ്കാരം നേടിയത് KJ യേശുദാസ്. വർഷം 2012. പുതിയ COVID-19 വേരിയൻറ്റ് IHU ഏത് രാജ്യത്താണ് കണ്ടെത്തിയത്? ഫ്രാൻസ്. ഇന്ത്യയിലെ ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി സൂചിക IC15. 2022 ജനുവരി മാസം ദുരന്ത നിവാരണ മേഖലയിലെ സഹകരണത്തിന് കോർപ്പറേഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇന്ത്യ ഏത് രാജ്യവുമായി ധാരണാപത്രം ഒപ്പുവയ്ക്കാൻ തീരുമാനിച്ചു? തുർക്ക്മെനിസ്ഥാൻ. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിലെ പ്രമുഖ താരമായ ജുലൻ ഗോസ്വാമിയുടെ ജീവിതം പശ്ചാത്തലമാക്കി പുറത്തിറങ്ങുന്ന സിനിമ ചക് ദ എക്സ്പ്രസ്. ജുലനെ അവതരിപ്പിക്കുന്നത് അനുഷ്ക ശർമ്മ. 2022 ജനുവരി മാസം ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലെ ഏത് നദിക്ക് കുറുകെ പാലം നിർമ്മിക്കാനുള്ള ധാരണാപത്രത്തിലാണ് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയത്? മഹാകാളി. പാലം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ്. പാകിസ്ഥാൻ ഏത് രാജ്യത്തിൽ നിന്നാണ് JC-10 വിമാനങ്ങൾ വാങ്ങുന്നത്? ചൈന. പ്രളയം, കനത്ത മഴ എന്നീ പ്രതിസന്ധികളെ മറികടക്കാനായി പുറത്തിറക്കിയ അത്യുൽപാദന ശേഷിയുള്ള നെൽവിത്ത് അക്ഷയ. പശുക്കൾക്ക് ചിപ്പ് സംഘടിപ്പിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്ന സംവിധാനം രാജ്യത്ത് ആദ്യമായി ആരംഭിക്കുന്ന സംസ്ഥാനം കേരളം. കേരള മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പൂർണ്ണമായ ഡിജിറ്റൽ വൽക്കരണം എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി സമൃദ്ധ പദ്ധതി. ഈ പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുന്ന ജില്ല പത്തനംതിട്ട. സമൃദ്ധ പദ്ധതിയുടെ ഭാഗമായി മൃഗങ്ങളുടെ ചെവിക്ക് താഴെ റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫയിങ് ഡിവൈസ് RFID ഘടിപ്പിക്കും. ഇതുവഴി ഓരോ മൃഗത്തിൻ്റെയും വിശദാംശങ്ങൾ കർഷകർക്കും മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഡിജിറ്റലായി ലഭ്യമാകും.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി 13 പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തതും 9 പദ്ധതികൾക്ക് തറക്കല്ലിട്ടതുമായ സംസ്ഥാനം മണിപ്പൂർ. കേരള ഫിലിം ഫെഡറേഷൻ പുതിയ ചെയർമാൻ രഞ്ജിത്ത്, ഫിലിം ഡയറക്ടർ മുൻ ചെയർമാൻ കമൽ. ഭൂമി ഏറ്റെടുക്കൽ സ്വകാര്യ താൽപ്പര്യങ്ങളെക്കാൾ പ്രാധാന്യം പൊതു താൽപ്പര്യങ്ങൾക്ക് ആണെന്ന് പ്രസ്താവന ഇറക്കിയ ഹൈക്കോടതി. അലഹബാദ് ഹൈക്കോർട്ട്. പാകിസ്ഥാനിലെ ആദ്യ വനിതാ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് ആയിഷ മാലിക്. ജനുവരി 20, 2022 ഏഷ്യൻ കപ്പ് വനിതാ ഫുട്ബോൾ മത്സരവേദി ഇന്ത്യ. ഫെബ്രുവരി 3, 2022 ഫിഫ വേൾഡ് കപ്പ് വേദി UAE. മാർച്ച് 1, 2022 വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് വേദി ന്യൂസിലാൻഡ്. ജൂലൈ 6, 2022 വനിതാ യൂറോ കപ്പ് വേദി ഇംഗ്ലണ്ട്. സെപ്റ്റംബർ 10, 2022 ഏഷ്യൻ ഗെയിംസ് വേദി ചൈന. ജൂലൈ 15, 2022 ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് വേദി അമേരിക്ക. ഓഗസ്റ്റ് 23, 2022 ലോക അണ്ടർ 20 അത്ലറ്റിക്സ് വേദി കൊളംബിയ. ഒക്ടോബർ 10, 2022 T20 ക്രിക്കറ്റ് ലോകകപ്പ് വേദി ഓസ്ട്രേലിയ. നവംബർ 21, 2022 ഫുട്ബോൾ വേൾഡ് കപ്പ് വേദി ഖത്തർ. 2022 ICC അണ്ടർ 90 വേൾഡ് കപ്പ് വേദി വെസ്റ്റ് ഇൻഡീസ്. 25ാമത് ദേശീയ യുവജനോത്സവത്തിൻ്റെ നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ വേദി പുതുച്ചേരി. ഉപഭോക്താക്കളുടെ ഇൻ്റർനെറ്റ് ഉപയോഗം പിന്തുടരുന്നതിന് ഉപയോഗിക്കുന്ന കുക്കീസ് വേണ്ടെന്ന് വയ്ക്കാനുള്ള നടപടി സങ്കീർണമായതിനെ തുടർന്ന് ഗൂഗിളിനും ഫേസ്ബുക്കിനും അടുത്തിടെ പിഴയിട്ട രാജ്യം ഫ്രാൻസ്. ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികൾക്ക് ചെലവഴിക്കാവുന്ന തുകയുടെ പരിധി 95 ലക്ഷം രൂപ വരെ. മുൻപ് 70 ലക്ഷം ആയിരുന്നു. നിയമസഭാ മണ്ഡലം 40 ലക്ഷം, മുൻപ് 28 ലക്ഷം. കേന്ദ്രഭരണ പ്രദേശങ്ങൾ ചെറിയ സംസ്ഥാനങ്ങളായ ഗോവ, അരുണാചൽ പ്രദേശ്, സിക്കിം 75 ലക്ഷം. 2014 വരെ ഇത് 54 ലക്ഷം ആയിരുന്നു. നിയമസഭാ മണ്ഡലങ്ങൾ 28 ലക്ഷം, മുൻപ് 20 ലക്ഷം. അധ്യാപകരുടെ സാഹിത്യാഭിരുചിക്കുള്ള ജോസഫ് മുണ്ടശ്ശേരി സ്മാരക സാഹിത്യ അവാർഡ് വൈജ്ഞാനിക സാഹിത്യത്തിൽ ലഭിച്ചത് P. സുരേഷ്. കൃതി പുഴയുടെ ഏറ്റവും താഴെയുള്ള കടവ്. 2022 ICC വനിതാ ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായി BCCI പ്രഖ്യാപിച്ചത് മിതാലി രാജ്, വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാന. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് ഹൈദരാബാദ്. ഉദ്ഘാടനം ചെയ്തത് ജിതേന്ദ്ര സിംഗ്, കേന്ദ്രമന്ത്രി. വിദ്യാർത്ഥികൾ ശുചിത്വ സംസ്കാരം രൂപപ്പെടുത്താനും മാലിന്യ സംസ്കരണ അവബോധം സൃഷ്ടിക്കാനുമായി സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി കളേഴ്സ് അറ്റ് സ്കൂൾ. 2022 UN വർഷാചരണങ്ങൾ. ചെറുകിട മത്സ്യബന്ധന മത്സ്യകൃഷി വർഷം, അന്താരാഷ്ട്ര ഗ്ലാസ് വർഷം, സുസ്ഥിര പർവ്വത വികസന വർഷം, സുസ്ഥിര വികസനത്തിനായുള്ള അന്താരാഷ്ട്ര അടിസ്ഥാന വർഷം. 2022 ജനുവരി മാസം അന്തരിച്ച സ്വാതന്ത്ര്യസമര സേനാനിയും ശ്രീമൂലം പ്രജാസഭയിലെ അംഗവുമായിരുന്ന വ്യക്തി K. അയ്യപ്പൻപിള്ള. 2022 ജനുവരി മാസം അന്തരിച്ച അനാഥ കുഞ്ഞുങ്ങളുടെ അമ്മ എന്നറിയപ്പെട്ട സാമൂഹ്യ പ്രവർത്തക ഡോക്ടർ സിന്ധു തായ് സബ്കൽ 2021 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. ആജീവനാന്ത ക്യാബിനറ്റ് പദവി ലഭിച്ച ഗോവയുടെ മുൻ മുഖ്യമന്ത്രി പ്രതാപ് സിംഗ് റാണെ നിയമസഭയിൽ അംഗമായി 50 വർഷം പൂർത്തിയാക്കിയതിനാൽ നൽകിയ ബഹുമതി. ഏറ്റവും കൂടുതൽ കാലം ഗോവയുടെ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി പ്രതാപ് സിംഗ് റാണെ. ട്വിറ്ററിന് ബദലായി മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർമ്മിക്കാൻ പോകുന്ന ആപ്ലിക്കേഷൻ ട്രൂത്ത് സോഷ്യൽ ആപ്പ്. 2021 സംസ്ഥാന ജൂനിയർ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഒന്നാമതെത്തിയ ജില്ല തിരുവനന്തപുരം. പ്രമുഖ വ്യവസായി രത്തൻ ടാറ്റയുടെ ഔദ്യോഗിക ജീവചരിത്രമായ രത്തൻ എൻ ടാറ്റ ദ ഓതറൈസ്ഡ് ബയോഗ്രഫി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഡോക്ടർ തോമസ് മാത്യു. ഇൻ്റർനാഷണൽ സോളാർ അലിയൻസിൽ ചേർന്ന 102ാമത്തെ അംഗം ആൻറ്റിഗോ ബാർബുഡ. സ്കൂൾ കുട്ടികൾക്കായി ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് ആരംഭിച്ച പദ്ധതി സുരക്ഷാ രഥം. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ് ദേശീയ ജിയോഗ്രഫിക്കൽ റിസർച്ച് സെൻറ്ററിൽ. ലോകത്തിലെ ഏറ്റവും ചെറിയ ലീഡ്ലെസ് പേസ് മേക്കർ മൈക്ര AV. പ്രഥമ കേരള ഒളിമ്പിക്സ് നടക്കുന്ന ജില്ല തിരുവനന്തപുരം. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ആദ്യ യൂണിക്കോൺ സ്റ്റാർട്ടപ്പ് കമ്പനി ഓപ്പൺ. കൊച്ചി വാട്ടർ മെട്രോ പ്രോജക്റ്റിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട കേരളത്തിലെ ആദ്യ ബാറ്ററി പവേർഡ് ഇലക്ട്രിക് ബോട്ട് മുസിരിസ്.
അഖിലേന്ത്യാ അന്തർ സർവകലാശാല വോളിബോൾ കിരീടം 2022 നേടിയ ദേശീയ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അന്തരിച്ച മികച്ച നടനുള്ള ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ കറുത്ത വർഗ്ഗക്കാരൻ സിഡ്നി പോഡിയാർ. പഴങ്ങളും പച്ചക്കറികളും പ്ലാസ്റ്റിക് കവറുകൾ പാക്ക് ചെയ്ത് വിൽക്കുന്നത് നിരോധിച്ച രാജ്യം ഫ്രാൻസ്. ബാങ്ക് ഓഫ് ബറോഡയുടെ ബ്രാൻഡ് എൻഡോസർ ആയി നിയമിച്ച ക്രിക്കറ്റ് താരം ഷഫാലി വർമ്മ. ഹോളിവുഡ് താരത്തിൻ്റെ പേര് നൽകപ്പെട്ട പുതിയ സസ്യ ഇനം ഡിക്രാപ്രിയോ. 2020-21 24ാമത് നാഷണൽ ഇ ഗവേണൻസ് കോൺഫറൻസിൽ നാഷണൽ ഇ ഗവേണൻസ് അവാർഡ് നേടിയത് കേരള പോലീസ്. കേന്ദ്ര സർക്കാരിൻ്റെ 3ാമത് ജല പുരസ്കാര പ്രഖ്യാപനത്തിൽ ജലസംരക്ഷണ പ്രവൃത്തികളിൽ ദക്ഷിണേന്ത്യയിലെ മികച്ച ജില്ലയായി തിരഞ്ഞെടുത്തത് തിരുവനന്തപുരം, കേരള. നോർത്ത് സോണിൽ മികച്ച ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മുസഫർ നഗർ, ഉത്തർപ്രദേശ്. 2022 ജനുവരിയിൽ ജലശക്തി മന്ത്രാലയം പ്രഖ്യാപിച്ച 3ാമത് നാഷണൽ വാട്ടർ അവാർഡ്സിൽ വെള്ള സംഭരണ ശ്രമങ്ങൾ മുൻപോട്ട് വച്ച മികച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്, 2ാമത് രാജസ്ഥാൻ, 3ാമത് തമിഴ്നാട്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് റിപ്പോർട്ട് പ്രകാരം 2021-2022 വർഷത്തെ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 9.2%. അർബുദത്തിന് കാരണമാകുന്ന കളർ ടാറ്റു മഷികൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ സംഘടന യൂറോപ്യൻ യൂണിയൻ. ലോകത്തിലെ ഏറ്റവും മികച്ച ക്രാഫ്റ്റ് വില്ലേജിനുള്ള 2021 ഇൻ്റർനാഷണൽ ക്രാഫ്റ്റ് അവാർഡ് നേടിയത് കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ്, കോവളം. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടി പൂനെ ഇൻ്ററാക്റ്റീവ് റിസർച്ച് സ്കൂൾ ഫോർ ഹെൽത്ത് അഫയേഴ്സ് വികസിപ്പിച്ചെടുത്ത കോവിഡ് പ്രതിരോധ മിഠായി കൊറോണ ഗാർഡ്. 2022 ജനുവരിയിൽ ആരംഭിക്കുന്ന ആൻറ്റി സബ്മറൈൻ വാർഫെയർ എക്സസൈസ് സീ ഡ്രാഗൺ 22 നടക്കുന്ന സമുദ്രം പസഫിക് ഓഷ്യൻ. പങ്കെടുക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, കാനഡ, US, സൗത്ത് കൊറിയ. 2022 ജനുവരിയിൽ സ്വച്ഛ് ഭാരത് മിഷൻ്റെ ഭാഗമായി ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഓപ്പൺ ഡെഫിഷ്യൻ ഫ്രീ ആയി തിരഞ്ഞെടുക്കപ്പെട്ടവയിൽ മികച്ച സംസ്ഥാനം തെലങ്കാന, 2ാമത് തമിഴ്നാട്, 3ാമത് കർണാടക. സ്ത്രീകളുടെ വിവാഹപ്രായം 18 വയസ്സിൽ നിന്നും 21 വയസ്സാക്കുന്നത് സംബന്ധിച്ച് നിർണായക ബിൽ പരിശോധിക്കുന്നതിന് നിശ്ചയിച്ച 31 അംഗ പാർലമെൻ്ററി കമ്മിറ്റിയിലെ ഏക വനിത സുഷ്മിത ദേവ്. ഉത്തർപ്രദേശ് സർക്കാർ ഹെലികോപ്റ്റർ അപകടത്തിൽ അന്തരിച്ച സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്തിൻ്റെ പേരിൽ നൽകുന്ന സ്കൂൾ മെയിൻപുരിയിലെ സൈനിക സ്കൂൾ. അഖിലേന്ത്യാ അന്തർ സർവകലാശാല പുരുഷ അത്ലറ്റിക് മീറ്റിൽ കിരീടം നേടിയ സർവകലാശാല ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി. ഈ അടുത്ത് പ്രകാശനം ചെയ്ത ഹൃദയം തൊട്ട് ഒരു കാർഡിയാറ്റിക് സർജൻ കുറിപ്പുകൾ ആരുടെ പുസ്തകം? ഡോക്ടർ ജോസ് ചാക്കോ, പെരിയപ്പുറം. മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഓഫീസുകൾ വിജിലൻസിൻ്റെ നേതൃത്വത്തിൽ നടന്ന മിന്നൽ പരിശോധന ഓപ്പറേഷൻ നിർമ്മാൺ. വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന IT അടക്കമുള്ള മേഖലയിലെ തൊഴിലാളികൾക്കായി സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തിലും തൊഴിൽ കേന്ദ്രം നടപ്പാക്കുന്ന പദ്ധതി വർക്ക് നിയർ ഹോം. അധ്യാപകരെ അഭിസംബോധന ചെയ്യുന്നതിൽ ജെൻഡർ ന്യൂട്രാലിറ്റി കൊണ്ടുവന്ന കേരളത്തിലെ ആദ്യ സ്കൂൾ സീനിയർ ബേസിക് സ്കൂൾ, ഓലശ്ശേരി. സുരക്ഷാ കാരണങ്ങളാൽ ഏത് രാജ്യത്തിൻ്റെ സൈന്യത്തിനാണ് വാട്സപ്പ് ഉപയോഗിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയത്? സ്വിറ്റ്സർലാൻഡ്. നിരോധനം നിർത്തലാക്കുന്നതുവരെ ഉപയോഗിക്കാവുന്ന ആപ്ലിക്കേഷൻ ത്രീമ. ഗ്രാമീണ മേഖലയിലെ യാത്രാക്ലേശം പരിഹരിക്കാൻ വേണ്ടി ഗതാഗത വകുപ്പ് നടപ്പിലാക്കാൻ പോകുന്ന വാഹന സർവീസ് ഗ്രാമവണ്ടി സർവീസ്. അടുത്തിടെ അന്തരിച്ച പീറ്റർ ബാഗ്നോനോവിച്ച് ഏത് മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണ്? ഫിലിം. ഇന്ത്യയിൽ ആദ്യമായി വീഡിയോ അസിസ്റ്റന്റ് റഫറി VAR സംവിധാനം നടപ്പിലാക്കാൻ പോകുന്നത് ഏത് ടൂർണമെൻറ്റിൽ? 2022 FC വനിതാ ഏഷ്യ കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ബാലസാഹിത്യ പുരസ്കാരം 2021 നേടിയത് M. കൃഷ്ണദാസ്. കൃതി സ്കൂൾ കൃതികൾ. സർഗാത്മക സാഹിത്യ വിഭാഗം D. ഷാജി, ദേശത്തിലെ വിധവയുടെ വീട്. വൈജ്ഞാനിക സാഹിത്യ വിഭാഗം P. സുരേഷ്, പുഴയുടെ ഏറ്റവും താഴെയുള്ള കടവ്. വ്യവസായ സംരംഭകരെ ക്ഷണിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടന്ന ഇൻവെസ്റ്റേഴ്സ് മീറ്റിൻ്റെ പേര് ഇൻവെസ്റ്റ്മെൻറ്റ് റോഡ് ഷോ. സംസ്ഥാന ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായി നിയമിതയാകുന്നത് PS ശ്രീകല.
കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുൺ. നക്സൽ ബാധിത പ്രദേശമായ ഗദ്ചിരോളി ഗ്രാമത്തിലെ ജനങ്ങൾ ബോധവൽക്കരണം നടത്താനായി ഗാഡ്ചിറോൾ ഫയൽസ് എന്ന കോമിക് പ്രസിദ്ധീകരണം പോലീസ് സേന ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. കേരള സർവ്വവിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ മ്യൂസ് മേരി ജോർജ്. വിവിധ മേഖലകളിലെ വിദഗ്ധർക്ക് ടാലന്റ് വിസ ഏർപ്പെടുത്തിയ രാജ്യം ദുബായ്. മൂന്നാം ഘട്ട സമുദ്ര പരീക്ഷണം നടത്താൻ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനം INS വിക്രാന്ത്. സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് ചെയർമാനായി നിയമിതനാകുന്നത് മധുപാൽ. ADP ഇന്റർനാഷണൽ ടൂർണമെന്റ് ഡബിൾസ് കിരീടം നേടിയത് രോഹൻ ബൊപ്പണ്ണ, രാംകുമാർ രാമനാഥൻ. കോവിഡിൻ്റെ പുതിയ വകഭേദമായ ഡെൽറ്റ ക്രോൺ ആദ്യമായി കണ്ടെത്തിയ രാജ്യം സൈപ്രസ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പൽ INS വിക്രാന്തിൽ വിന്യസിക്കുന്നതിനായി നാവികസേന വിജയകരമായി പരീക്ഷിച്ച പോർ വിമാനം റഫാൽ M156 ഇനം ശലഭ ഇനങ്ങളെ കണ്ടെത്തിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ആറളം. പഞ്ചായത്ത് പ്രവർത്തനങ്ങൾ ആംഗ്യഭാഷയിലൂടെ പഠിപ്പിക്കാൻ സർക്കാർ ചുമതലപ്പെടുത്തിയ ഏജൻസി കില. ഇന്റർനെറ്റിൻ്റെ സുരക്ഷിതമായ ഉപയോഗത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾ അവബോധം സൃഷ്ടിക്കുന്ന പദ്ധതി സത്യമേവ ജയതേ ഡിജിറ്റൽ ലിറ്ററസി ക്യാമ്പയിൻ. ഇന്ത്യയുടെ 73ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ഭാരത് സുബ്രഹ്മണ്യൻ. ഭക്ഷ്യവസ്തുക്കളിലെ മായം കണ്ടെത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആവിഷ്കരിച്ച സംവിധാനം മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലബോറട്ടറി. ഫിഷറീസ് വകുപ്പിന് കീഴിൽ കേരളത്തിലെ ആദ്യ കടൽ വിഭവ റെസ്റ്റോറൻറ്റ് നിലവിൽ വരുന്നത് ആഴാങ്കുളം വിഴിഞ്ഞം. സർക്കാർ ബസ്സിൽ GPS സംവിധാനം നടപ്പിലാക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളം. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് AIIBയുടെ വൈസ് പ്രസിഡന്റ് ആയി നിയമിതനായ മുൻ RBI ഗവർണർ ഉർജിത് പട്ടേൽ. ചിത്രശില്പകലകളുടെ ആസ്വാദ്യതയുടെ അവബോധം ജനങ്ങൾ സക്രിയമാക്കുന്നതിൻ്റെ ഭാഗമായി കേരള ലളിതകലാ അക്കാദമി ആരംഭിച്ച സംവാദാത്മക പരിപാടി കലയുടെ ദർബാർ. സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ 7 മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന പ്രതിരോധ പരിശീലനം സധൈര്യം. ഒരു ലക്ഷദ്വീപ് സ്വദേശി ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ ഫ്ലഷ്. ഏറ്റവും മികച്ച ക്രാഫ്റ്റ് വില്ലേജിനുള്ള 2021 ഇൻ്റർനാഷണൽ ക്രാഫ്റ്റ് പുരസ്കാരം ലഭിച്ച കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് KACV സ്ഥിതി ചെയ്യുന്നത് വെള്ളാർ. 2022 കോമൺവെൽത്ത് ഗെയിംസ് വേദി ബർമിൻഹാം. ബാഡ്മിൻ്റൺ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ടോക്കിയോ. FIH വിമൺസ് ഹോക്കി വേൾഡ് കപ്പ് നെതർലാൻഡ്സ്. വേൾഡ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ഒറീഗൺ USA. ബാഡ്മിൻ്റൺ വേൾഡ് ടൂർ ഫൈനൽസ് ഹൊസാങ്ങോ ചൈന. ഏഷ്യൻ ഗെയിംസ് ഹൊസാങ്ങോ ചൈന. വേൾഡ് സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പ് ഫുക്കോവോ ജപ്പാൻ. ആഫ്രിക്കൻ ഏഷ്യൻസ് കപ്പ് കാമറൂൺ. 79ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം 2022 മികച്ച സിനിമ ഡ്രാമ വിഭാഗം ദ പവർ ഓഫ് ദ ഡോഗ്. മികച്ച തിരക്കഥ കെനത്ത് ബ്രാന ബെൽഫാസ്റ്റ്. കോമഡി ആൻഡ് മ്യൂസിക്കൽ വിഭാഗത്തിൽ മികച്ച സിനിമ വെസ്റ്റ് സൈഡ് സ്റ്റോറി. മികച്ച നടൻ വിൽ സ്മിത്ത്. ചിത്രം കിങ് റിച്ചാർഡ്. മികച്ച നടി നിക്കോൾ കിഡ്മാൻ. മികച്ച ആനിമേറ്റഡ് സിനിമ എൻകാൻറ്റോ. മികച്ച ഫീച്ചർ ഫിലിം സംവിധായക ജെയിംസ് കാമ്പിയോൺ. മികച്ച വിദേശ ഭാഷാ ചിത്രം ഡ്രൈവ് മൈ കാർ ജാപ്പനീസ്. ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ ആദ്യ ട്രാൻസ്ജെൻഡർ താരം മിഷേല അന്റോണിയോ ജെ റോഡ്രിഗസ്. സമഗ്ര ശിക്ഷ കേരള സ്റ്റേറ്റ് പ്രോജക്ട് ഡയറക്ടർ AR സുപ്രിയ. നാഷണൽ ക്ലിയർ എയർ പ്രോഗ്രാം റിപ്പോർട്ട് 2022 പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നഗരം ഗാസിയാബാദ്, ഉത്തർപ്രദേശ്. നാഷണൽ റോഡ് സേഫ്റ്റി വീക്ക് 2022 ജനുവരി 11 മുതൽ 17 വരെ. പ്രമേയം സഡക് സുരക്ഷ ജീവൻ രക്ഷ. ചരിത്രത്തിലാദ്യമായി കലാകാരന്മാർ ഡയറക്ടറി തയ്യാറാക്കിയത് ലളിതകലാ അക്കാദമി. അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന അതിദാരിദ്ര്യ നിർണയ പ്രക്രിയ പൂർണ്ണമായി നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ ജില്ല കോട്ടയം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് കേരള ഘടകത്തിൻ്റെ ചെയർമാൻ ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഡോക്ടർ മിനി ഇളനാട്ട്.
അടുത്തിടെ അന്തരിച്ച പ്രശസ്ത കന്നഡ കവിയും നാടകകൃത്തും പുരോഗമന ചിന്തകനും ആർട്ടിസ്റ്റും ആയിരുന്ന വ്യക്തി പ്രൊഫസർ ചന്ദ്രശേഖർ പാട്ടീൽ. തൂലികനാമം ചമ്പ. സപ്ലൈകോ ഓൺലൈൻ കച്ചവടത്തിനായി ആരംഭിച്ച ആപ്ലിക്കേഷൻ സപ്ലൈ കേരള. പുതുതായി ദേശീയ സ്മാരക പട്ടികയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച കേരളത്തിലെ സ്ഥലം ആദിശങ്കരൻ്റെ ജന്മസ്ഥലം കാലടി. 18 കോടി വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഏത് വമ്പൻ ജലജീവിയുടെ ഫോസിൽ ആണ് ബ്രിട്ടനിൽ നിന്നും കണ്ടെത്തിയത്? ഇക്കാസോ. സിഖ് ഗുരു ഗോവിന്ദ് സിംഗിൻ്റെ മക്കളായ സൊറാവർ സിംഗിൻ്റെയും ഫത്തേ സിംഗിൻ്റെയും ഓർമ്മയ്ക്കായി അടുത്തിടെ ഏത് ദിവസമാണ് പ്രധാനമന്ത്രി വീർ ബാൽ ദിവസ് പ്രഖ്യാപിച്ചത്? 2022 ഡിസംബർ 26. ഇന്ത്യൻ ശാസ്ത്ര സംഘം കണ്ടെത്തിയ കടലിലെ പുതിയ പരാദജീവി നോറിലേക്ക് ഹദാലി. ഈയടുത്ത് ചന്ദ്രോപരിതലത്തിൽ ജലസാന്നിധ്യത്തിൻ്റെ തെളിവ് കണ്ടെത്തിയതായി അറിയിച്ച ചൈനയുടെ പേടകം ചാങ്-ഇ-5. ഡെൽറ്റയുടെയും ഒമിക്രോണിൻ്റെയും പുതിയ സങ്കര ഇനം ഡെൽറ്റ ക്രോൺ. ദേശീയ അന്തർ സർവകലാശാല വനിതാ ബേസ്ബോൾ മത്സരം 2022 ജേതാക്കളായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. 2022 ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് മുഖ്യ സ്പോൺസർ ടാറ്റ. 2022 ജനുവരിയിൽ ക്രിക്കറ്റിൻ്റെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ച ദക്ഷിണാഫ്രിക്കൻ ഓൾറൗണ്ടർ ക്രിസ് മോറിസ്. ഈയടുത്ത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച റോസ് ടെയ്ലർ ഏത് രാജ്യത്തെ താരമാണ്? ന്യൂസിലാൻഡ്. അടുത്തിടെ അന്തരിച്ച പാട്ടെഴുത്തിന് 3 തവണ ഓസ്കാർ പുരസ്കാരം ലഭിച്ച വ്യക്തി മെർലിൻ ബർഗ്മാൻ. ഒട്ടകങ്ങളെ പരിപാലിക്കുന്നതിനായി ലോകത്തിലാദ്യമായി ഹോട്ടൽ ആരംഭിച്ചത് സൗദി അറേബ്യ. ഇന്ത്യയിലെ ആദ്യ സാനിറ്ററി നാപ്കിൻ ഫ്രീ പഞ്ചായത്ത് കുമ്പളങ്ങി പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ മ്യൂസിക്കൽ സ്റ്റെയർ നിർമ്മിച്ചത് MG റോഡ് മെട്രോ സ്റ്റേഡിയം എറണാകുളം. സംസ്ഥാന സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി സർവീസ് കേരള സവാരി. ഇന്ത്യയിൽ ആദ്യമായി ജനപങ്കാളിത്തത്തോടെ അദാരിദ്ര്യ സർവേ നടത്തിയ സംസ്ഥാനം കേരളം. കൂടുതൽ ഉള്ള ജില്ല മലപ്പുറം, കുറവ് കോട്ടയം. സർവേ പൂർത്തിയാക്കിയ ആദ്യ ജില്ല കോട്ടയം. പ്രധാനമന്ത്രി സൻസദ് ആദർശ് ഗ്രാമയോജന പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ നടപ്പിലാക്കിയ പദ്ധതി അവൾക്കായി. 108 അടി ഉയരത്തിൽ ശങ്കരാചാര്യ പ്രതിമയും അന്താരാഷ്ട്ര മ്യൂസിയവും നിർമ്മിക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. 2022 73ാമത് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി മധ്യേഷ്യൻ രാജ്യത്തലവന്മാർ. 2022 ഹെല്ലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 83, 1-ാം സ്ഥാനം ജപ്പാൻ, സിംഗപ്പൂർ. 2021 ഇന്ത്യയുടെ സ്ഥാനം 90, 2020 84. അതിരാണിപ്പാണം അറ്റ് 15 സുവർണ ജൂബിലി ആഘോഷം നടക്കുന്നത് കോഴിക്കോട്. ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിൻ്റെ സുവർണ ജൂബിലി. പോക്കുവെയിലിലെ കുതിരകൾ എന്ന പുസ്തകം രചിച്ചത് സത്യൻ അന്തിക്കാട്. 2022 പുതൂർ ഉണ്ണികൃഷ്ണൻ സ്മാരക പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പി. 2021 14ാമത് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക അവാർഡ് നേടിയത് കെ സച്ചിദാനന്ദൻ. കൃതി ദുഃഖം എന്ന വീട് കവിതാ സമാഹാരം. 2021 TOB പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട കമ്പ്യൂട്ടർ ഭാഷ പൈതൺ. കേരളത്തിലെ നാടൻ മത്സ്യമായ കാരിയുടെ പുതിയ ശാസ്ത്രനാമം ഹെറ്ററോന്യ നൂസ്റ്റിയസ് ഫസ്കസ്. AFSPA ആക്ട് 1 വർഷത്തേക്ക് കൂടി നീട്ടിയ സംസ്ഥാനം മണിപ്പൂർ. ലോകത്താദ്യമായി ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ ഹൃദയം ശസ്ത്രക്രിയയിലൂടെ വച്ചു പിടിപ്പിക്കപ്പെട്ട മനുഷ്യൻ ഡേവിഡ് ബെനറ്റ്, USA. നേതൃത്വം നൽകിയ ഡോക്ടർ ബാർട്ട്ലി ഗ്രിഫിത്ത്. മൃഗത്തിൽ നിന്നും കോശമോ അവയവമോ മനുഷ്യൻ സ്വീകരിക്കുന്ന പ്രക്രിയ സിനോ ട്രാൻസ്പ്ലാന്റേഷൻ. അടുത്തിടെ അന്തരിച്ച യൂറോപ്യൻ യൂണിയൻ പാർലമെൻറ്റ് പ്രസിഡന്റും പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകനുമായിരുന്ന വ്യക്തി ഡേവിഡ് സാലോലി. ISROയുടെ ചെയർമാനായി നിയമിതനായ മലയാളി ഡോക്ടർ S. സോമനാഥ് 5ാമത്തെ മലയാളി. ISROയുടെ 10ാമത്തെ ചെയർമാൻ ഡോക്ടർ S. സോമനാഥ്. 3 വർഷത്തേക്കാണ് നിയമനം. ISRO ചെയർമാൻ പദവിയിലിരുന്ന മലയാളികൾ: MGK മേനോൻ 1972, ഡോക്ടർ കൃഷ്ണസ്വാമി കസ്തൂരിരംഗൻ 1994 മുതൽ 2003 വരെ, G. മാധവൻ നായർ 2003 മുതൽ 2009 വരെ,
കെ രാധാകൃഷ്ണൻ 2009 മുതൽ 2014 വരെ. 2022 ഏഷ്യ കപ്പ് വനിതാ ഹോക്കി ടൂർണമെൻറ്റ് വേദി മസ്കറ്റ്, ഒമാൻ. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ മുഖ്യ സാമ്പത്തിക വിദഗ്ധനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒലിവിയർ ഗ്രൗനിഞ്ചാസ്. തുമ്പ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ ചീഫ് കൺട്രോളർ ആയി ചുമതലയേറ്റത് സി മനോജ്. 2021 16ാമത് ശ്രീ ചിത്ര തിരുനാൾ പുരസ്കാരത്തിന് അർഹനായത് കെ എസ് ചിത്ര. 15ാമത് പുരസ്കാര ജേതാവ് അടൂർ ഗോപാലകൃഷ്ണൻ. ഇന്ത്യയിലെ പ്രഥമ സ്റ്റാർട്ടപ്പ് ഇന്നോവേഷൻ വാരം ജനുവരി 10 മുതൽ 16 വരെ. പ്രധാനമന്ത്രിയുടെ പഞ്ചാബ് സന്ദർശനത്തിനിടെ ഉണ്ടായ സുരക്ഷാ വീഴ്ച അന്വേഷിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച 5-അംഗ സമിതിയുടെ അധ്യക്ഷനായി നിയമിതനായത് ഇന്ദു മൽഹോത്ര. സെയിൻറ്റ് മാർട്ടിൻസ് ഐലൻഡിന് ചുറ്റുമുള്ള പ്രദേശം സമുദ്ര സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിച്ച രാജ്യം ബംഗ്ലാദേശ്. US നാണയത്തിൽ ഇടം പിടിക്കുന്ന ആദ്യ കറുത്ത വംശജയും വിഖ്യാത കവിയുമായ വ്യക്തിയാര്? മായ ആഞ്ചലോ. 2022 ജനുവരിയിൽ ഗാന്ധി ദർശൻ സമിതിയുടെ 7ാമത് പുരസ്കാരം നേടിയ പ്രമുഖ കഥാകൃത്ത് ടി പത്മനാഭൻ. ഹോം ഇൻ ദ വേൾഡ് എ മെമ്മോറിയൽ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് അമർത്യ സെൻ. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ ശമ്പളത്തിന് പകരം ഗോതമ്പ് നൽകാൻ തീരുമാനിച്ച രാജ്യം അഫ്ഗാനിസ്ഥാൻ. ഗംഗാസാഗർ മേള നടക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. കലാ സാംസ്കാരിക വേദിയുടെ കേണൽ ജി.വി. രാജ പുരസ്കാരം ലഭിച്ച വ്യക്തി മുഹമ്മദ് റിയാസ്. 2022 ADP ടെന്നീസ് കപ്പ് നേടിയത് കാനഡ. 2022 ഏഷ്യ കപ്പ് വനിതാ ഹോക്കി ടൂർണമെൻറ്റിന് ഉള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് സവിത, ഗോൾ കീപ്പർ. 2022 അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റിൽ UAE ടീം ക്യാപ്റ്റൻ ആകുന്ന മലയാളി അലി ഷാൻ. ജനറൽ ബിപിൻ റാവത്തിൻ്റെയും സംഘത്തിൻ്റെ സ്മരണാർത്ഥം സ്മൃതി കുടീരം സ്ഥാപിതമാകുന്ന തമിഴ്നാട്ടിലെ സ്ഥലം സഞ്ചപ്പ സത്രം. സമ്പൂർണ്ണ COVID-19 സെക്കൻഡ് ഡോസ് വാക്സിനേഷൻ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് കോങ്ങാട് പഞ്ചായത്ത്. അടുത്തിടെ അന്തരിച്ച കവിയും പത്രാധിപരും പുരോഗമന കലാസാഹിത്യ സംഘം നേതാവുമായിരുന്ന വ്യക്തി എസ് രമേശൻ. 2023 ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടുന്ന രാജ്യം ബ്രിട്ടൻ. അടുത്തിടെ അന്തരിച്ച പ്രഗത്ഭ കഥകളി നടൻ കലാമണ്ഡലം കുട്ടനാശാൻ. ലോകത്തിലെ ഏറ്റവും തണുപ്പേറിയ പ്രദേശം ഒയിമയാക്കോൺ, റഷ്യ. ബാലസാഹിത്യ കഥാവിഭാഗം പുരസ്കാരം നേടിയത് സേതു. കൃതി അപ്പുവും അച്ചുവും. കവിത മടവൂർ സുരേന്ദ്രൻ, പാട്ടുപത്തായം. നാടകം പ്രദീപ് കണ്ണങ്കോൾ, ശാസ്ത്രത്തിൻ്റെ കളിയരങ്ങിൽ. വൈജ്ഞാനികം മനോജ് അഴീക്കൽ, അച്ചുവിൻ്റെ ആമക്കുഞ്ഞുങ്ങൾ. ശാസ്ത്രം സുധീർ പൂച്ചാലി, മനുഷ്യ ഹോർമോണുകളുടെ വിസ്മയം. ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ സി റഹീം. തനത് ഭക്ഷണ വിഭവങ്ങൾ ന്യായവിലയ്ക്ക് ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ ബ്രാൻഡഡ് റെസ്റ്റോറൻറ്റ് പിങ്ക് കഫേ. ഇൻഡോമിറ്റബിൾ എ വർക്കിംഗ് വുമൺസ് നോട്ട്സ് ഓൺ ലൈഫ്, വർക്ക് ആൻഡ് ലീഡർഷിപ്പ് ആരുടെ ആത്മകഥയാണ്? അരുന്ധതി ഭട്ടാചാര്യ. ഇൻസ്റ്റഗ്രാമിൽ 30.1 കോടി പേർ പിന്തുടരുന്ന ആദ്യ വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് കെയ്ലി ജെന്നർ. അടുത്തിടെ അലി ഖാൻ സ്മിലോവ് ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു? ഖസാക്കിസ്ഥാൻ. മലയാള മിഷൻ ഡയറക്ടറായി നിയമിതനാകുന്നത് മുരുകൻ കാട്ടാക്കട. സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ആദ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് മുരുകൻ കാട്ടാക്കട. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.